കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, നല്ല നാടൻ കയ്പക്കയാണ്. നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവർ പച്ചക്കറിയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ കയ്പക്ക പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് മേടിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ കയ്പക്ക ഉപ്പേരി വെക്കുമ്പം ഒരു ഉള്ളിയും കൂടി ഇടും കേട്ടോ ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം നീക്കിയിട്ട് നമുക്കിതിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്പക്കയും ഉള്ളിയെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ കയ്പക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ. ഇടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് തോരനും വെക്കും. എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒരു ഉള്ളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അവർ ഉണ്ടല്ലോ തീരെ കീടനാശിനിയോ രാസവളമോ ഒന്നും ഉപയോഗിക്കലില്ല. അതുകൊണ്ട് നമുക്ക് നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. എത്ര വേണമെങ്കിലും വാങ്ങാം. അപ്പം എല്ലാം മുറിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനുണ്ടല്ലോ അധികവും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ കയ്പക്ക ഉപ്പേരിയെല്ലാം വെക്കുന്നത്. എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചാൽ നമുക്ക് പിന്നെ അടിക്ക് പിടിക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റ തുള്ളി വെള്ളം ഒഴിക്കലില്ല. വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് ഞാൻ കയ്പക്ക ഉപ്പേരി ഉണ്ടാക്കൽ. അപ്പോൾ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, പിന്നെ മുറിച്ച് വെച്ച ഉള്ളി ഇട്ടു. ഇനി ഇതൊന്ന് ഫ്രൈ ആവണം. അധികം ഫ്രൈ ആവണ്ട, കുറച്ചൊന്ന്. ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കയ്പും കുറച്ച് കുറഞ്ഞു കിട്ടും. ഇതുപോലത്തെ വെള്ള കയ്പക്കക്ക് അധികം കയ്പില്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കയ്പക്കയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ടുന്നവർക്ക് എരിവ് ചേർക്കാം കേട്ടോ. പച്ചമുളകോ പിന്നെ വറ്റൽമുളകോ. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. അപ്പം ഞാൻ ഉപ്പേരികൾക്കൊന്നും അങ്ങനെ എരിവ് ഇടാറില്ല. ചില ഉപ്പേരിക്കിടും, കയ്പക്കൊന്നും ഇടൂല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല. പിന്നെ വെളുത്തുള്ളി വേണ്ടുന്നവർക്ക് അത് ഇടാം. ഞാൻ അതൊന്നും ഇടില്ല. ഞാൻ ഉള്ളിയാണ് ഇടില്ല. എനിക്ക് ഉള്ളീൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ പച്ചമുളക് കീറി ഇടാം, കാന്താരി മുളക് തേങ്ങയും കൂടെ ചതച്ച് അങ്ങനെ ഇടാം, വെളുത്തുള്ളിയെല്ലാം. അത് അവരവരെ ഇഷ്ടം പോലെ. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കലേ ഇല്ല, ഞാൻ ഒറ്റ തുള്ളി വെള്ളം ഒഴിക്കില്ല. അപ്പോഴത്തേക്കും തേങ്ങയെല്ലാം ചിരകി റെഡിയാക്കി വെച്ചു. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ കയ്പക്കയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, എല്ലാ സ്ഥലത്തും തേങ്ങ എത്തണ്ടേ. പിന്നെ കുറച്ച് സമയം ഒന്ന് അത് അടച്ചു വെക്കണം. ആ പച്ച തേങ്ങ ഒന്ന് വേവണം. അപ്പോൾ ഉപ്പേരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഓക്കേ.